ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. 9 രൂപ 60 പൈസ. എന്റെ കർത്താവേ. 40 പൈസ ബാക്കി എന്നേ. 40 പൈസയോ? അതെ, 40. സാറേ, പെട്രോൾ വില കൂടിയ കാലത്ത് ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ല. ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുപ്പിപ്പിക്കും. ഇറങ്ങി എന്നേ. ഇതാ 50 പൈസ. സാറിന്റെ ബാക്കി 40 പൈസ. എന്റെ വക 10 പൈസ. അതെ, തന്റെ വക 10 പൈസ തന്റെ ഇരിക്കട്ടെ, എന്റെ വക 40 പൈസ എന്റെ ഇരിക്കട്ടെ. അവിടെ അല്ലുവാ താഴെ ഇവിടെ. ഇന്ന് സ്റ്റാർട്ടാകല്ലടാവേ, മനുഷ്യരുടെ പ്രാക്ക. 2 രൂപ 70 പോകെ 1 രൂപ 30 പൈസ. അനിയൻകുഞ്ഞേ, അനിയൻകുഞ്ഞ് കോടതി പോകുന്നില്ലയോ? ഒരു 10-15 മിനിറ്റ് ആകുമ്പോ. പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. തന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലടാവേ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, സമയം കിട്ടാറില്ല, അതുകൊണ്ട്. അനിയൻകുഞ്ഞേ, പറഞ്ഞ പോലെ. നീ എന്നെ അടുക്കുമായിരുന്നടാവേ. ചേട്ടൻ വന്ന വിവരം നേരത്തെ പറയായിരുന്ന എന്നെ. ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി. കോഫി പോസക്കാരുടെ കേസ് എന്നാ വെച്ചിരിക്കുന്നത്? 26, 25, 24, 23 ഞായറാഴ്ചയാണെന്നുള്ള ഒരു ഓർമ്മയില്ലേ? അല്ല, സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. മറവിക്ക് നല്ലൊരു മരുന്നുണ്ട്. എന്താണ്? കുറച്ചുനാള് വീട്ടിൽ പോയി നിന്നാ മതി. നല്ല കാര്യമാ സാർ. നീ ഒന്നും ഉണ്ടായിരുന്നല്ല. ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം. പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു. ആന്നോ? വരട്ടെ, നല്ല കാര്യം. കാപ്പിയാ കൊടുത്തിട്ടാണോ വിട്ടത്? എനിക്ക് ചൊറിഞ്ഞു വരുന്നത് കേട്ടോ. എവിടാ ചൊറിയുന്നത്? ഞാൻ ചൊറിഞ്ഞു തരാം. ഒരു കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെ ചൂടാകാതെ ചേട്ടായി. ഇരിക്കേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇരിക്കും മാണിക്കുഞ്ഞ്. ഇതെന്നാ സ്വഭാവം മാനിയം കുഞ്ഞ്? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. ആർക്കായാലും ദേഷ്യം വരികയല്ലേ? പറ, അമ്മാച്ചൻ എന്നാ പറഞ്ഞു? അമ്മാച്ചൻ ഒന്നും പറഞ്ഞില്ല. പറ ചേട്ടായി, എന്നാ പറഞ്ഞു? ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണമെന്ന്. അല്ല, മാണിക്കുഞ്ഞിനും വേണ്ടായോ ഒരാലോചന? ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ. അതാ ഞാൻ കിടന്ന് ഉഴപ്പുന്നേ, അല്ലാതെ കാണാനും കെട്ടാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കെട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന്. അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല, സമ്മതിക്കത്തൂല്ല. നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണയിലെത്തിയിട്ടുള്ളതാ. ആദ്യം ആർക്ക് ആലോചന വരുന്നോ അത് നടത്തും. ഇപ്പൊ വന്നിട്ടുള്ള നിനക്കാ, മനസ്സിലായോ? എവിടെ? അപ്പഴേ ഞായറാഴ്ചത്തെ കാര്യം ഒരു തീരുമാനം പറയാതെ പോയാൽ എങ്ങനാ? അതൊക്കെ ചേട്ടാ ഇങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. ഇങ്ങനെ പറഞ്ഞേച്ചു പോയാൽ എന്നാ അർത്ഥം? വരുമെന്ന് തന്നെ. എന്നാത്തിനാ? പെണ്ണ് കാണാൻ. മാണിക്കുഞ്ഞ്, അവിടെ അന്നാമ്മയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, നല്ല സുഖമാ. ദീനാമേ, നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ. അതെന്നാ? എന്നും ദീന വന്നേ. അവള് കുഞ്ഞുനാളിലെ സൂക്കേടുകാരിയാ, ഒത്തിരി കാശും ചെലവാക്കിയത്. ആ ഓർമ്മയ്ക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന. ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടപ്പുറപ്പിനോട്. എന്നെ മുടിഞ്ഞ പാഴ് ചെലവാന്നേ. 25, 10, 35, 35, 55, 90 പൈസ പാഴ് ചെലവാന്നല്ലോ. നിങ്ങൾ നേരെ സെഷൻസ് കോർട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വന്നാൽ എങ്ങനെ? വൈകിട്ടോ നാളെ രാവിലെ വരും. ഓക്കെ. ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ? കിട്ടിയില്ല സാർ. ജാമ്യക്കാരെ പിടിച്ച് അകത്താക്കുമെന്ന് പറഞ്ഞ് വരട്ടെ, നമുക്ക് പ്രതി ഞാനേ പൊങ്ങും. ശരി ശരിയെന്ന് പറഞ്ഞാ പോരാ, നടക്കണം. ചെല്. കുട്ടാ, വണ്ടി എടുക്ക്. വക്കീലിനെ കണ്ടില്ലയോ? കണ്ടു. സാറ് ധൃതിയിലായതുകൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. എന്നാ കേസാ? ഡൈവോഴ്സാ? അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാനൊരു LIC ഏജന്റാ. എന്റെ കർത്താവേ, ഞാനില്ല. ഇങ്ങനെ പേടിച്ചാലോ? അതും ഒരു പെണ്ണിനെ. അതെ, LIC ഏജന്റ് എന്ന് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാന്നേ. ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തനുണ്ട്, പിടിച്ച അട്ടയെ പോലെ വിടത്തില്ല. എന്നിട്ട് സാറ് പോളിസി എടുത്തോ? എന്നാ പാഴ് ചെലവാണ്. സാർ ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ? ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഞാനൊന്ന് ഇരുന്നോട്ടെ സാർ. ചുമ്മാ ഇരിക്കുവച്ചേ, മുഷിയും എഴുന്നേറ്റ് നിന്നോ. പറഞ്ഞോ. LICക്ക് പലതരം സ്കീംസ് ഉണ്ട്. പ്രായമായവർക്കുള്ളത്, മധ്യവയസ്കർക്കുള്ളത്, ചെറുപ്പക്കാർക്കുള്ളത്, കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത്. കുട്ടികൾക്ക് മാത്രമായിട്ട് എന്നാ സ്കീമാ ഉള്ളത്?
ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത്, അങ്ങനെ പലതും. അതിനുള്ള പേപ്പേഴ്സ് ഉണ്ടോ ചേ? ഉണ്ടല്ലോ. ഇങ്ങെടുത്തേ. ഓ, ഇംഗ്ലീഷ് ആണോ? മതി മാണിക്കുഞ്ഞ് ആലോചിച്ചത്. ഇനി നാളെ ആവട്ടെ. പിടി. ഫ്ലോറിഡ. എവളല്ലടോ. അവളുടെ അപ്പച്ചനും അമ്മച്ചിയും. ഏതവളുടെ? അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചിയെ അങ്ങ് ഫ്ലോറിഡയിലാണ്, അമേരിക്കയിൽ. സാറ് മിന്നുമായിട്ട് അങ്ങ് എത്തുമ്പോഴേക്കും പെണ്ണ് മൂത്ത് നരച്ചു പോകത്തില്ലയോ? അതിനല്ലേടാ എയറോപ്ലെയിൻ. അതിന് ചാർജ് കൂടുതലല്ലേ? അതുകൊണ്ട് അവര് ഇത്തവണ കപ്പലിൽ വന്ന്. അതാവുമ്പോ പാഴ്ചെലവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തേക്കല്ലയോ? ഈ ബന്ധം ഉറപ്പിക്കാൻ മേലായോ? ഉറപ്പിക്കാനും വിളിച്ചു പറയാനും നീ അങ്ങനെ പള്ളി വികാരം കൊള്ളാതെ. മാണിക്കുഞ്ഞ് ഒത്തിരി ഓവറാ, നീ ഒന്ന് നോക്കോ. നാളത്തെ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. വിളിച്ചോളാം, ഞാൻ തീർത്തോളാം കേട്ടോ. ഒരു പാഴ്ചെലവാ. മാണിക്കുഞ്ഞെ, ഉയ്യോ മാണിക്കുഞ്ഞെ, ഇതെന്നതായി കാണിക്കുന്നേ? ഇതാ ബാത്റൂമോ? ചെല്ലേ. അവിടെ കുട്ടാ. ഓ, മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ? ദേ നിക്കണ്. എന്നാ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത്? ഇന്നലെ രാത്രി ആ വാർഡ്രോബ് മുഴുവൻ നാറ്റിയാലല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. എന്നതാ? ബാത്റൂമിൽ കയറിയിട്ട് നേരം വെളുക്കുന്നവരെ എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു. കുട്ടാ, ഓ, മാണിക്കുഞ്ഞിനെ എസ്റ്റേറ്റിൽ കൊണ്ടേ വിട്ടേച്ചു. ഓ, പാഴ്ചെലവാന്നേ. എന്നെ ആ സ്റ്റാൻഡിലോട്ട് അങ്ങനെ വിട്ടാ മതി. ഞാൻ വല്ല ബസ്സേലും മലയേറി പൊക്കോളാം. ഒരു ബസ്സേലും മലിഞ്ഞേറി പോകണ്ട, പോവാന്നേ കാറേ പോയാ മതി. എന്നാത്തിനെ? അതെന്നാ കാറി കേറുകയല്ലേ? നീ പോടാ പോയി. നിന്നേക്കാൾ മുമ്പ് കാറി കയറിയിട്ടുള്ളവനാ. ഇങ്ങോട്ട് മാറിയെന്നേ കിഴങ്ങൻ. അനികുഞ്ഞെ, ഞായറാഴ്ചത്തെ കാര്യം മറക്കരുത്. ഓ, ഇതങ്ങ് മറന്നോ? ഓ, ഇനി ഇവരെന്തുവാ? അല്ല, ഇത് പൊതിഞ്ഞു വെച്ചിട്ട് എന്താ എടുക്കാഞ്ഞ്? ഇതെന്നതാ പൊതിയില്? 3-4 പഴയ ഷർട്ടാ. ആർക്കാ? എനിക്കാ. പഴയതെന്ന് വെച്ചാ കീറിയതൊന്നും അല്ല, കാണാൻ പുതിയതുപോലൊക്കെ തന്നെ. ഞാൻ ഇട്ട് നോക്കി. എന്റെ നിന്റെ സൈസ് ഒന്നാ. ഒരു പൊടിക്ക് വലുതാണെന്നൊരു സംശയം ഇല്ലേ ദിനാമേ? കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്നാ ചെയ്യും? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ആർക്ക് വേണ്ടിയാ മാണിക്കുഞ്ഞ് പിച്ചിക്ക് കാണിക്കുന്നേ? കുറെ നാളായി ഞാൻ സഹിക്കുന്നു. ഇല്ല, നിർത്തി. ഇനി പഴയത് ഇടുന്ന പ്രശ്നമില്ല, പുതിയത് മാത്രം. ശരി കുട്ടാ. ഓ, പോകുന്ന വഴിക്കേ ആ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു 5 ഷർട്ടും കൊണ്ട് വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഇന്ന് തന്നെ വേണോ? ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാന്നേ. ഇന്ന് തന്നെ വേണം, ഇങ്ങനെ വാങ്ങാൻ വേണം. പറഞ്ഞോട്ടാ. ഇവനിത് എന്നാത്തിന്റെ കേടാ? സാറിന്റെ സൈസ് എത്രയാ? 40 41? 40 ആണെങ്കിൽ സാറിനിടാം. 41 ആണെങ്കിലോ? എനിക്കിടാം. നീ കുറെ ഒലത്തോലോടാവേ. അയ്യേ, ഇതെന്തിനാ? ഇതും കൂടി ഇരിക്കട്ടാവേ. നീ പോ, ഞാൻ ഇറങ്ങുവാന്നേ. ഇറക്കി കഴിഞ്ഞു. ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി. കുട്ടനിപ്പോ വരും കേസ് പഠിപ്പിച്ചേരാൻ. ചെല്ല്. ശരി. ഗുഡ് മോർണിംഗ് സർ. ക്രൈം നമ്പർ 98 of 9495 മർഡർ കേസാ. കേസ് ഡയറി സാറിനെ ഏൽപ്പിക്കാൻ SP പറഞ്ഞു. കേസ് ഡയറി ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. സാറിന്റെ കൂടി ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്താൽ മതി എന്നാ SP പറഞ്ഞത്. 2-3 ദിവസമൊക്കെ ഞാൻ ഫ്രീ അല്ലല്ലോ. അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒന്ന് വിളിക്കാൻ പറയും. പ്രതി ഇപ്പോഴും കസ്റ്റഡി തന്നെ അല്ലേ? അല്ല സർ, റിമാൻഡ് ചെയ്തു. സബ്ജക്റ്റ് ഇല്ല. അപ്പൊ SP ഒന്ന് വിളിക്കാൻ പറയും. സർ. ചായ? നോ താങ്ക്സ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. പ്രോസിക്യൂട്ടറെ കണ്ടോ? എന്ത് പറഞ്ഞു? കണ്ട് സംസാരിച്ചു. 3-4 ദിവസം ഫ്രീ അല്ല. എന്താ അവന്റെ പേര്? കുരുവിള, അനിയൻ കുരുവിള. അവന്റെ പേര് പറഞ്ഞപ്പോഴേ കണ്ടത് ചോരയാ. അവൻ നമുക്ക് തലവേനയാവോ വിൽസാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന്? അല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. കൂടാതെ 5 മിനിറ്റ് മുമ്പല്ല ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. വെച്ചിട്ട് പോടോ. ഉണ്ണിയുടെ വക്കീലാരാ? എന്തെങ്കിലും തീരുമാനിച്ചോ? എന്ത് തീരുമാനിക്കാൻ?
ലക്ഷങ്ങളാ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ. ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും, ഫീസ് പറഞ്ഞ് മുഷിണ്ടാച്ചിട്ടാവും. പിന്നെ എന്റെ സ്ഥിതി പറഞ്ഞ 3 അക്കത്തിൽ കവിഞ്ഞ ഒരു ഫീസ് ഒരു കക്ഷിയും ദൈവം സഹായിച്ച് എനിക്ക് തന്നിട്ടില്ല. എന്നെ പോലും സിവിൽ വക്കീല് അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. വരൂ, അകത്തിരിക്കാം. അല്ല തമ്പുരാനെ, അത്ര കേമന്മാരല്ലാത്ത ഇടത്തരക്കാരെങ്കിലും ആയാൽ അതുപോരാ രാജ. ഇത് കള്ളക്കേസാണ്. കള്ളസാക്ഷികളെ ക്രോസിൽ മുട്ടുകുത്തിക്കണമെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം. പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിള നടന്നാ കേട്ട്. ഞാൻ ഭംഗിവാക്ക് പറയല്ല, അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും, സമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇപ്പൊ സമാധാനമില്ല, ഉറക്കമില്ല, നല്ല സുഖം. കോവിലകം പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ 1 ഇഞ്ച് വിൽക്കാൻ പറ്റില്ല. ആ കോവിലകം എന്നല്ല, ഒട്ടുമുക്ക ആ കോവിലകങ്ങളുടെ സ്ഥിതി അതന്നെയാ. റിസീവർ ഭരണത്തില 100 കേസും ഉണ്ടാവും. പിന്നെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഇനി അതൊക്കെ വിറ്റാ തന്നെ എന്താവാനാ? അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ. അവസാനം വേറെ ഒരു മാർഗവും ഇല്ലാതെ എന്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ സൗജന്യ വക്കീൽ തന്നെ ആവുമോ ശരണം? ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത്. ഹലോ, ഉണ്ട്, കൊടുക്കാം. SP സർ? യെസ് സർ. പറയാം സർ, പറയാം സർ. എങ്ങനെയുണ്ട്? ജസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. സാറിന്റെ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് SP പറഞ്ഞു. സുഗുണപാലനല്ലേ? എന്താ സർ? പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണപാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ. സാധാരണ അയാളുടെ ചായ്വ് പ്രതിഭാഗത്തോടാണ്. പ്രതി ഇത്ര കേമനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും. ഇപ്രാവശ്യം എന്ത് പറ്റി വാദിഭാഗത്ത്? ഈയിടെ 2-3 കേസിൽ അതിന്റെ റിഗ്രറ്റ്. അതൊക്കെ അയാൾ സ്വയം തോറ്റുകൊടുത്തതല്ലേ, പിന്നെ എന്തിന്റെ റിഗ്രറ്റ്? എനിവേ ദാറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. വെൽ മിസ്റ്റർ വിൽസൺ, സീ യു സർ. വരട്ടെ. അവൻ എന്താ പറഞ്ഞേ? പ്രതികൾ കേമന്മാരാണെങ്കിൽ എനിക്ക് ഉഷാർ കൂടുവന്നോ? താനും അതുകൊണ്ട് രസിച്ച് കാണുമല്ലേ? എന്നെയാണല്ലോ കുറ്റം പറഞ്ഞേ. അയ്യോ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് സർ. എടോ, വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പോക്കറ്റ് ബലമായി പിടിച്ചു പറിച്ച് ഞണ്ണാത്ത ഏത് പ്രോസിക്യൂട്ടർ ഉണ്ടോ ഇവിടെ? ഈ കേസൊന്ന് തീരട്ടടോ, അവന്റെ ക്രിമികടി ഞാൻ തീർത്തു തരാം. മേലിലാ നാക്കൊണ്ട അവൻ ആരെയൊന്നും പറയത്തില്ല. കുരുവിള, കുഴിക്ക കുരുവിള, അവന്റെ അമ്മയുടെ ഒരു പേര്. വരൂ. ഇരിക്കണം സർ. താങ്ക് യു. കേസ് സ്റ്റഡി മുഴുവൻ വായിച്ചു. അതിൽ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എപ്പോൾ അറേഞ്ച് ചെയ്യാൻ പറ്റും? എന്താ, പ്രോസിക്യൂട്ടർക്ക് വിറ്റ്നസിനെ കാണാൻ അവകാശമില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും കാണാം. Then better arrange it. Okay സർ. ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോ സാറിനെ പുകഴ്ത്തി പറഞ്ഞില്ലേ, അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു. തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ. നല്ല പച്ച മലയാളത്തില് പ്രാസോപ്പിച്ച് കായ് മായോ ഒക്കെ ഉപയോഗിച്ച്. പിന്നെ കാതിന്റെ പുളിപ്പുണ്ടല്ലോ, ആസിഡ് ഒഴിച്ച് കഴിയാലും പോവില്ല. വരട്ടെ. ഹലോ. എന്താ സർ ഇവിടെ? ഞാൻ നിങ്ങളുടെ SP ഒന്ന് കാണാൻ വന്നതാ. വരട്ടെ. മിസ്റ്റർ രാജൻ, കോവിലകം കേസിലെ ഇൻക്വസ്റ്റിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത്. പിന്നീട് അങ്ങോട്ട് DYSP വിൽസൺ ആണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ. കേസ് തുടങ്ങി വെച്ച ഞാനൊക്കെ തന്നെയാ. അപ്പോഴായി പൗരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസാകെ സെൻസേഷനിലാക്കിയത്. വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ നല്ലതെന്ന് കരുതി വിൽസൺ സാറിനോട് SP കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. കൂടാതെ ആ ഫാമിലി എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നണ്ടല്ലോ, അതൊരു കാരണമാവാം. പച്ചക്കള്ളം. ഇദ്ദേഹം തന്നെ സീനിയറെ സേവ് ചെയ്യാൻ ശ്രമിക്കണം സർ. അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ തുറന്നാൽ അവരുദ്ദേശിക്കുന്ന പലതും നടക്കില്ല. അത്രേ ഉള്ളൂ. ബാലൻ, അവർക്കെന്താ ഉദ്ദേശം? ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം. പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവർക്ക് സമയമില്ല. പിന്നെ കിട്ടിയ ഉണ്ണിത്തമ്പുരാനെ. സർ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ആ ഉണ്ണിത്തമ്പുരാനെ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ
അയാൾ ഓടി രക്ഷപ്പെടുകയുള്ളൂ. അതായത് പ്രകൃതം. ആ മനുഷ്യനൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കുളത്തിലിട്ടു എന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെ. ബാലങ്ങനെ തറപ്പിച്ച് പറയൊന്നും വേണ്ട. സങ്കീർണമാണ് മനുഷ്യ മനസ്സുകൾ. എപ്പോഴാണ് അവന്റെ ഉള്ളിൽ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനത്തെ പല ഇൻസിഡൻസും എനിക്കറിയാം. അപ്പൊ ഓക്കെ സർ. അപ്പോ ഇങ്ങേരെ അവര് ബ്രെയിൻ വാഷ് ചെയ്തു. ബാല, തന്റെ നാവ് മഹാപെശക. താൻ സൂക്ഷിക്കണം, വളരെ കൂടുന്നുണ്ട് കേട്ടോ.